ഹലോ കൂട്ടുകാരെ, ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ സുധി ആ വീഡിയോ ടി വിയിൽ ഓണാക്കുന്നുണ്ട്. ആ സമയത്ത് സച്ചി ആ ടി വിയിൽ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഒരു വീഡിയോ കണ്ടു കാണും, ഞാൻ അതിൽ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചു എന്നൊക്കെ പറഞ്ഞ വീഡിയോ കണ്ടു കാണും. പക്ഷേ സത്യത്തിൽ ഞാൻ അന്ന് കുടിച്ചിരുന്നില്ല. ഇന്നെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒരാൾ ഒപ്പിച്ച പണിയായിരുന്നു അത്. നിങ്ങൾക്ക് എല്ലാ സത്യം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ ഇടുന്നുണ്ട്. എന്നോട് ശത്രുവുള്ള ഒരാൾ മനഃപൂർവ്വം ആ വീഡിയോ എഡിറ്റ് ചെയ്തത് ഇട്ടതാണ്. അല്ലാതെ സത്യത്തിൽ ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ കുടിച്ചു എന്ന് വിശ്വസിച്ച് അതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടായിരുന്നു. നിങ്ങളാരും സത്യം മനസ്സിലാക്കാതെ ഒരു വീഡിയോ ഇട്ട ഉടനെ എൻ്റെ ചോടെ കമൻറ്റ് ചെയ്യരുത്. സത്യം എന്താ മനസ്സിലാക്കി മാത്രമേ കമൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളും ആ തെറ്റിന് കൂട്ടു നിൽക്കുകയാണെന്നൊക്കെ ആ സച്ചി പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ കൂടെ ഒരേ ഒരാളെ നിന്നിട്ടുള്ളൂ. സത്യം എന്താ മനസ്സിലാക്കിയിട്ട് തെറ്റ് ചെയ്യുമ്പോൾ ഒരേ ഒരാൾ കൂടെ നിൽക്കുന്നത് ഏറ്റവും വലിയ ആശ്വാസമാണ് എന്നൊക്കെ രേവതിയെ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് സച്ചിയുടെ അച്ഛൻ വല്ലാതെ വിഷമിച്ച് കരയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ആ വീഡിയോ കണ്ടിട്ട് ഇതൊക്കെ ആൻ്റണിയാണല്ലോ, ഇവൻ എന്തിനാ ഈ പണി സച്ചിയോട് ഒപ്പിച്ചതെന്നൊക്കെ വിചാരിച്ചിട്ട് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ വർഷ ചോദിക്കുന്നുണ്ട്, അപ്പോൾ സത്യത്തിൽ രവിയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ സത്യത്തിൽ സച്ചിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ അച്ഛാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, ഇല്ല അവൻ ചെയ്തിട്ടില്ല, അവൻ എത്ര പ്രാവശ്യം എന്നോട് കാല് പിടിച്ച് പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവനെ വിശ്വസിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ വിഷമിച്ച് കരയുന്നുണ്ട്. ദേഷ്യം വന്ന അവൻ പലതും ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ മോൻ ഒരിക്കലും എന്നോട് കള്ളം പറയില്ല എന്നൊക്കെ രവി വർഷയോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്ര ദേഷ്യത്തോട് നോക്കി നിൽക്കുന്നുണ്ട് രവീനെ. പിന്നെ രവി പിന്നെ വർഷയോട് പറയുന്നുണ്ട്, അവൻ എന്ത് തെറ്റ് ചെയ്താലും അവൻ എൻ്റെ മുന്നിൽ ഏറ്റു പറയാറുണ്ട്. പക്ഷെ അവൻ ഏറ്റു പറഞ്ഞിട്ട് ഞാൻ അവനെ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. തെറ്റ് അവൻ്റെ ഭാഗത്തല്ല എൻ്റെ ഭാഗത്തും നിങ്ങളുടെ ഭാഗത്തുമാണ്, നമ്മൾ അവനെ വിശ്വസിച്ചില്ല എന്നൊക്കെ വർഷയോട് പറയുന്നുണ്ട്. എല്ലാവരും നോക്കിയിട്ട് രവി പറയുന്നുണ്ട്. അപ്പോൾ സുധി വന്നിട്ട് രവിയോട് പറയുന്നുണ്ട്, അച്ഛാ ഇത് സച്ചിയും രേവതി ഉണ്ടാക്കിയ നുണയാണ്. അവൻ തല ഉയർത്തി നാട്ടിൽ കൂടെ നടക്കാൻ പറ്റില്ല. അപ്പോൾ വെറുതെ രേവതി ഓരോന്നുണ്ടാക്കിയ വീഡിയോ ആണ്, അല്ലാതെ ഇത് സത്യമൊന്നുമല്ലാന്ന് സുധി അച്ഛനോട് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ചന്ദ്രയും വന്നിട്ട് പറയുന്നുണ്ട്, അത് ശരിയാ രവി ഏട്ടാ, രേവതി വളഞ്ഞ വിത്താണ്, അവൾ ഓരോന്ന് വേണിച്ചിട്ട് ഉണ്ടാക്കിയ വീഡിയോ ആണ്, അല്ലാതെ ഇതൊന്നും സത്യമല്ല എന്ന് പറയുന്നുണ്ട്. ഇത് അവളുടെ ഓരോ ഐഡിയ ആണ്, രേവതിയുടെ ഓരോ ഐഡിയ ആണ്, അല്ലാതെ ഇതൊന്നും സത്യമല്ല. നേരത്തെ പറഞ്ഞ വീഡിയോകളാണ് എല്ലാം സത്യം എന്ന് പറയുമ്പോൾ രവിയേട്ടൻ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഒന്ന് നിർത്ത്, എന്നും അമ്മയും മോനും സച്ചിക്കെതിരെ ഒറ്റ കേട്ടാണല്ലോ എന്നൊക്കെ രവി പറയുന്നുണ്ട്. അവൻ കുടിച്ചു എന്ന് പറഞ്ഞ വീഡിയോ പുറത്ത് വന്നപ്പോൾ അമ്മയും മകനും വിശ്വസിച്ചു. ഇപ്പം അവൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ വീഡിയോ വന്നപ്പോൾ അമ്മയും മകനും വിശ്വസിക്കാൻ എന്താ അത്ര ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞ് രവി രണ്ടാളോടും ദേഷ്യപ്പെടുന്നുണ്ട്. ഒരാളെ തെറ്റായി കണ്ടുകൊണ്ട് കണ്ട അവൻ ചെയ്യുന്നതൊക്കെ തെറ്റായിട്ടേ നിങ്ങൾക്കൊക്കെ കാണൂ. നിങ്ങൾ രണ്ടാൾ അവനെ എന്നും മോശക്കാരനായിട്ടാണ് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നും അവനൊരു മോശക്കാരനായിട്ട് തോന്നണമെന്നൊക്കെ രവി രണ്ടാളോടും പറയുന്നുണ്ട്. അത് കേട്ട് വർഷ രവിയോട് പറയുന്നുണ്ട്, അങ്കിൾ പറഞ്ഞത് സത്യ, സോഷ്യൽ മീഡിയയിൽ എന്ത് വന്നാലും ആൾക്കാരത് സത്യ വിചാരിച്ച് അതിൻ്റെ പിന്നാലെ എല്ലാവരും പോകും, സത്യത്തിൻ്റെ പിന്നിൽ ആരും പോവില്ല എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. വർഷ പറയുന്നുണ്ട്, മൂർച്ചയുള്ള കത്തിയെക്കാട്ടിലും ഇതാണ് മൂർച്ചയാണ് ഈ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ ഈ പ്രചരിക്കുന്ന നുണകൾ. പക്ഷേ നമ്മൾ ആരും അത് വിശ്വസിച്ചില്ല, സച്ചിയേട്ടനെ വിശ്വസിച്ചില്ല. ഇപ്പോൾ സച്ചിയേട്ടൻ്റെ മനസ്സിൽ എത്ര വിഷമമുണ്ടെന്ന് ഇപ്പോൾ സച്ചിയേട്ടൻ്റെ വീഡിയോ കാണുമ്പോഴാണ് മനസ്സിലാവണമെന്നൊക്കെ വർഷ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ രവി പറയുന്നുണ്ട്, നിങ്ങൾ ആരും വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും വേണ്ടില്ല, പക്ഷേ എനിക്ക് എൻ്റെ മകനെ വിശ്വാസമാണ്, എനിക്ക് ഉറപ്പാണ് അവൻ കുടിച്ചിട്ടില്ല എന്ന്. ഇനി മുതൽ ഞാൻ അവനെ വിശ്വസിക്കാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ സങ്കടപ്പെട്ട് കരയുന്നു. പിന്നെ രവി കണ്ണൊക്കെ തുടച്ചിട്ട് ചന്ദ്ര എന്ന് ദേഷ്യപ്പെട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചന്ദ്ര എന്താ ചോദിച്ചിട്ട് വരുന്നുണ്ട്, എന്താ രവിയേട്ടാ ചോദിച്ച് വരുന്നുണ്ട്. നീ പോയി വേഗം ആരതി തട്ട് എടുത്തിട്ട് വാ പറയുന്നുണ്ട്. അപ്പോൾ ഞാനോ ആരതി തട്ടോ, എന്തിനാ ഞാൻ ആരതി തട്ട് എടുത്തിട്ട് വരേണ്ട ആവശ്യം എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, സച്ചി രേവതി വരുന്ന സമയത്ത് അവർ ആരതി ഒഴിഞ്ഞിട്ട് വേണം അകത്തേക്ക് കയറ്റാം. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താ ഒരു യുദ്ധം ജയിച്ചിട്ടാണോ വരുന്നത്? അപ്പോൾ രവി പറയുന്നുണ്ട്, തൻ്റെ കഴുത്തിൽ താലി കെട്ടി ആൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് നിന്നിട്ട് പോരാടി ജയിച്ചിട്ട് സച്ചിയെ കൊണ്ടുവരുന്നത് അത് സത്യത്തിലൊരു പോരാട്ടം തന്നെയല്ലേ ചന്ദ്രേ, അപ്പോൾ അവർ യുദ്ധം ജയിച്ച പോലെ തന്നെയാണെന്നൊക്കെ രവി ചന്ദ്രയോട് പറയും. അപ്പോൾ ചന്ദ്ര രവിയോട് പറയുന്നുണ്ട്, എനിക്ക് പറ്റില്ല, ആരതി തട്ടൊന്ന് എടുത്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവി ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട്, നിനക്ക് പറ്റോ പറ്റില്ല എന്നല്ല ചോദിച്ചത്, പോയി എടുത്തിട്ട് വാടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേഗം ചന്ദ്ര പേടിച്ച് ഓടിപ്പോയി ആരതി തട്ട് എടുക്കാൻ പോകുന്നത് കണ്ട് വർഷയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ വിഷമിച്ച് നിൽക്കണമെന്നു. അപ്പോൾ സച്ചി രേവതി ആ സമയത്ത് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, രണ്ടുപേരും കയറി വായോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവി അവിടെ നിന്ന് പറയുന്നുണ്ട്, രണ്ടുപേരും അവിടെ തന്നെ നിൽക്കട്ടെ, അകത്തേക്ക് കയറണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രീകാന്ത് ഓടി വന്നിട്ട്, അച്ഛാ സച്ചിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ ആ സച്ചിയേട്ടൻ ഉള്ളിൽ കയറ്റാത്ത അച്ഛാ വീഡിയോ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ രവി പറയുന്നുണ്ട്, ഞാൻ കണ്ടോടാ വീഡിയോ ഒക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ തോളത്ത് കൈ വയ്ക്കുന്നുണ്ട്.
അപ്പോഴേക്ക് ചന്ദ്ര ആരതി തൊട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട് വർഷയും ശ്രുതിയും ചന്ദ്രയും കൂടി അവർ ആരതി ഒഴിച്ച് ഉള്ളിലേക്ക് കയറ്റുമെന്നൊക്കെ സ്വീകരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര കൂടി രണ്ട് പേരെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ശ്രുതിനെയും വർഷനെയും കൂട്ടിയിട്ട് ആരതി ഒഴിഞ്ഞ് കയറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. 3 പേരും കൂടി ആരതി ഒഴിഞ്ഞ് സച്ചിനി രേവതി അകത്തേക്ക് കയറ്റുന്നുണ്ട്. ചന്ദ്ര ശ്രുതിയോട് പറയുന്നുണ്ട് ഇത് പുറത്തേക്ക് കൊണ്ടുപോയി ഒഴിച്ചിട്ട് വന്നു. പിന്നെ സച്ചി ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. സച്ചി അച്ഛനെ നോക്കിയിട്ട് അച്ഛനൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനോട് നോക്കിയിട്ട് അച്ഛാന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ രവിക്ക് ആകെ സങ്കടം സഹിക്കാൻ പറ്റാതെ സച്ചിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് മോനെ എന്നോട് ക്ഷമിക്കടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ അച്ഛാ പറയുന്നത്, അച്ഛൻ എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ടെന്ന് പറയുന്നുണ്ട്. അല്ലാടാ നിന്നെ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കണമായിരുന്നു, അത് എൻ്റെ ഭാഗത്ത് തെറ്റാണ്, നീ എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും അത് കണ്ടിട്ട് സന്തോഷിച്ച് നിൽക്കുന്നുണ്ട്. ശ്രീകാന്തും വർഷയും രേവതിയൊക്കെ സന്തോഷിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ശ്രുതിക്കും ചന്ദ്രയ്ക്കൊക്കെ ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നത്. പിന്നെ രവി സച്ചിയോട് പറയുന്നുണ്ട് പണ്ടൊക്കെ നീ കുടിച്ചിട്ടാണ് രാത്രി വൈകിട്ടാണ് വരാറ്, അന്ന് ഞാൻ നിനക്കുള്ള ഭക്ഷണവും കാത്തിട്ട് ഞാൻ ഇവിടെ ഇരിക്കാറുണ്ട്, അന്നൊന്നും ഞാൻ നിന്നെ എത്ര വഴക്ക് പറഞ്ഞിട്ടില്ലല്ലോ മോനെ, ഇപ്പം നീ ഒരു തെറ്റും ചെയ്യാത്തപ്പോൾ ഞാൻ എന്തിനാ നിന്നെ ഇങ്ങനെയൊക്കെ വഴക്ക് പറഞ്ഞ് എന്നാലോചിച്ച് എനിക്ക് വല്ലാത്ത വിഷമാവണമെന്നൊക്കെ പറഞ്ഞ് രവി കരയുന്നു. നീ മദ്യപിച്ചിട്ട് വന്നിട്ട് നിന്നോട് ഞാൻ വഴക്കൊന്നും പറയാറില്ല, പക്ഷെ ഇപ്പം നീ ഒരു തെറ്റും ചെയ്യാതെ വന്നിട്ട് ഞാൻ നിന്നെ ഒരുപാട് ദേഷ്യപ്പെട്ടു, എന്നോട് ഞാൻ മുണ്ടാതിരുന്നു, നീ എന്നോട് അച്ഛൻ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എൻ്റെ കാല് പിടിച്ച് പറഞ്ഞപ്പോഴും ഞാൻ നിന്നെ വിശ്വസിച്ചില്ല, എന്താ ചെയ്യുക, എന്നോട് ക്ഷമിക്കടാ മോനെ എന്നൊക്കെ പറഞ്ഞ് കൈ തൊഴുതിട്ട് രവി കരയുന്നുണ്ട് സച്ചിൻ്റെ മുന്നിൽ. അപ്പോൾ സച്ചി പറഞ്ഞ അച്ഛ അങ്ങനെയൊന്നും പറയില്ല അച്ഛ എന്ന് പറഞ്ഞാൽ രണ്ടാളും വീണ്ടും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛൻ എത്ര വേണമെങ്കിൽ എന്നെ അടിച്ചോ, പക്ഷേ അച്ഛൻ ഒരിക്കലും എന്നോട് മിണ്ടാതെ മാത്രമേ ഇരിക്കേണ്ട, അച്ഛൻ മിണ്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ ജീവൻ തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി പിന്നെയും കരയുന്നുണ്ട്. അത് കാണിച്ചിട്ട് രവി പറയുന്നുണ്ട് എനിക്കറിയാം മോനെ, എൻ്റെ സച്ചിന്നൊരു വിളി കേൾക്കാതെ എൻ്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്, സച്ചിന്നൊരു വിളി കേട്ടാലേ എനിക്ക് സന്തോഷമാവുള്ളൂ എന്നൊക്കെ എനിക്കറിയാം മോനെ എന്നൊക്കെ പറഞ്ഞ് രവി പിന്നെയും സച്ചിയോട് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രേവതി അവിടെ നിന്ന് പറയുന്നുണ്ട് അച്ഛ എന്ന് വിളിച്ചിട്ട് പറയുന്നുണ്ട് അച്ഛൻ ഒരിക്കലും സച്ചേട്ടനെ വെറുക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം, സച്ചേട്ടനോട് അതിര് കവിഞ്ഞുള്ള സ്നേഹം കൊണ്ടാണ് അച്ഛൻ അങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലാവാമെന്നൊക്കെ രേവതി സച്ചിയോടും അച്ഛനോടും പറയുന്നുണ്ട്. അപ്പോൾ രവി സച്ചിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് മനസ്സിലായിരുന്നു മോനെ, എനിക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടമാണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ സച്ചി പറയുന്നുണ്ട് എൻ്റെ അച്ഛനല്ലേ പിന്നെ എനിക്ക് മനസ്സിലാവാതിരിക്കുക അച്ഛാ, എനിക്ക് മനസ്സിലായിരുന്നു എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് അവിടെ നിന്ന് പറയുന്നുണ്ട് കഴിഞ്ഞോ 2 പേരും ഇനി അതൊക്കെ വിടി, എന്നിട്ട് ഇനി സന്തോഷമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് അവിടെ നിന്ന് രണ്ടാളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. രവി സച്ചിയോട് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് മറക്കാമില്ല എല്ലാം എന്ന് പറഞ്ഞ് രണ്ടാളും ചിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് അവിടെ നിന്ന് പറയേണ്ട അച്ഛാ സച്ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് രേവതി എടുത്തിയാണ് തെളിയിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവി ശ്രീകാന്തിനോട് അറിയാടാന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് ഭാര്യയ്ക്ക് വേണ്ടി പോരാടുന്ന ഭർത്താവും ഭർത്താവിന് വേണ്ടി പോരാടുന്ന ഭാര്യ ഉണ്ടെങ്കിൽ കാലത്ത് വെട്ടിക്കളയുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അതുപോലെയുള്ള ഭാര്യ ഭർത്താവാണ് നിങ്ങളെന്നൊക്കെ രേവതിയെ നോക്കി പറയുന്നുണ്ട്. അത് കേട്ട് രേവതിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ രവി സച്ചിയെ പിന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് മോനെ ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് നല്ലൊരു ഭാര്യയും കിട്ടി, ഇവൾക്ക് നല്ലൊരു ഭർത്താവിനെയും കിട്ടിയെന്ന് രവിയോട് പറയുന്നുണ്ട്. നിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇവനും എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നീയും ഒക്കെ രണ്ടാളും നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കാണുമ്പോൾ അച്ഛന് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രവി വല്ലാതെ സന്തോഷിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ രവി ചന്ദ്രനെ നോക്കി പറയുന്നുണ്ട് എല്ലാവരും ചിലരൊക്കെ എന്നെ കുറ്റപ്പെടുത്താറുണ്ട്, നിങ്ങൾ കണ്ടെത്തിയ മരുമകളാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ രേവതിയെ നോക്കി കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ കണ്ടെത്തിയ മരുമകൾ തന്നെയാണ്, എല്ലാവരുടെ മുന്നിൽ എനിക്ക് ഇവളെ കൊണ്ട് അഭിമാനം തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ രേവതി വല്ലാതെ സന്തോഷിച്ച് നിൽക്കുന്നുണ്ട്. ഭാര്യ ഭർത്താവ് എങ്ങനെ വേണം എന്നുള്ളത് ഏറ്റവും വലിയ നല്ല ഉദാഹരണമാണ് നിങ്ങൾ 2 പേരും സച്ചി രേവതിയെ നോക്കിയിട്ട് അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ രവി രണ്ടാളും കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട്, രേവതിനെയും സച്ചിനെയും കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട് ഇതുപോലെ രണ്ടാളും ജീവിതകാലം മുഴുവൻ ഒരാൾക്ക് ഒരാൾ തുണയായിട്ട് ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അച്ഛൻ്റെ കൂടെ ഞങ്ങൾ എന്നും അച്ഛൻ ആഗ്രഹിക്കണത് എങ്ങനെ അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടാളും അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് 3 കെട്ടിപ്പിടിച്ച് നിന്നിട്ട് നല്ല സന്തോഷത്തിൽ നിൽക്കണം കേട്ടോ. പിന്നെ കാണിക്കണത് പിന്നെ രവി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് രവി അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ രേവതി വന്ന് ചന്ദ്രൻ്റെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട് അമ്മേ ആ വീഡിയോ ആദ്യം കണ്ടപ്പോൾ അമ്മയെ പോലെ തന്നെ ഞാനും വിശ്വസിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് രേവതി അമ്മോട് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ സച്ചേട്ടൻ്റെ സത്യസന്ധത ഞാൻ ആ സച്ചേട്ടൻ്റെ കണ്ണെന്ന് മനസ്സിലാക്കിയിരുന്നു, സച്ചേട്ടൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സച്ചേട്ടൻ്റെ കണ്ണ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ അമ്മയ്ക്കും ആ വീഡിയോ കണ്ടപ്പോൾ സച്ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി കാണുമല്ലോ, ഇനി അമ്മ എന്നെ കുടികാരൻ്റെ ഭാര്യയെന്ന് ഒരിക്കലും വിളിക്കരുതെന്നൊക്കെ രേവതി ചന്ദ്രനോട് പറയുന്നുണ്ട്. പിന്നെ രേവതി ശ്രുതിയുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട് നീ എൻ്റെ ഭർത്താവ് ഞാനൊരു നന്നല്ലാത്തവൾ കൊള്ളാത്തവളാണ് സച്ചേട്ടൻ കുടിക്കണമെന്ന് പറയുന്നത്, ഇപ്പം ഞാൻ കൊള്ളാത്തവളല്ലാന്ന് എനിക്ക് മനസ്സിലായിക്കില്ല, ഞാൻ എൻ്റെ ഭർത്താവിനെ ഒരിക്കലും അടിമയെ പോലെ വെക്കില്ല, എൻ്റെ ഭർത്താവ് ഒരിക്കലും ആരുടെയും അടിമയല്ല എന്നൊക്കെ ശ്രുതിയോട് വെല്ലുവിളിക്കണം. പക്ഷേ ഒരു ആപത്തിൽ
പെട്ട ഭർത്താവിനെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്ക് നന്നായി അറിയണം. പക്ഷെ അതുപോലെ ഇനി ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്ന സമയത്ത് 3 വട്ടം നീ നന്നായി ആലോചിക്കണം എന്നൊക്കെ രേവതി ശ്രുതിയോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് രേവതിയോട് ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്തിനാടി ഇതൊക്കെ അവളോട് പറയണത്? അന്ന് ഒരു ദിവസം വേണമെങ്കിൽ അവൻ കുടിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം, പക്ഷെ അവൻ എന്നും കുടികാരനാവാതെ അവനില്ല. അവൻ ഒരു ദിവസം കുടിക്കാത്തതുകൊണ്ട് മാത്രം അവൻ കുടിക്കാത്തവനാവണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ വേണമെങ്കിൽ അവനൊരു പുണ്യപുരുഷനായിട്ട് വെച്ചിട്ട് തലയിൽ കയറ്റി വെച്ചോ, പക്ഷെ ഞങ്ങൾക്ക് അവൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവളോട് ദേഷ്യത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതി നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ വിളിച്ചിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ വർഷ വന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, ചേച്ചി സത്യം അറിയണ വരെ ചേച്ചിയുടെ മനസ്സിലുള്ളിൽ നീറാറുന്നില്ലേ? അപ്പോൾ രേവതി പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം ചേച്ചിയുടെ മനസ്സിൻ്റെ നീറിൽ ഞാൻ ഈ TV കൂടെ കണ്ടതാണ്, ആ വീഡിയോ കൂടെ കണ്ടതാണ് പറഞ്ഞിട്ട് രേവതിയെ നോക്കുന്നുണ്ട് വർഷ. ഇത് സച്ചി അപ്പോൾ വല്ലാത്ത വിഷമം കൊണ്ട് രേവതിയെ നോക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലുള്ള എപ്പിസോഡിൻ്റെ വിവരങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.